ടോക്സിക് പേരൻറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാരണവന്മാർ നമ്മളോട് എന്നാ പറയണേ, വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വായി തോന്നിയത് മുഴുവൻ നമ്മളെ പറഞ്ഞു വളർത്തി കൊണ്ടുവരൂല്ലേ നമ്മുടെ ചെറുപ്പത്തിൽ. പ്രായമായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് എന്നാ ചെയ്യണേ, അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇത് പരമ്പരാഗതമായിട്ട് കിട്ടിപ്പോകുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ പേരൻറ്റിന് അത്രയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ പേരൻസിന് എന്നായിരുന്നു പരിപാടി? നമ്മളെ മക്കളെ പിടിച്ചടിക്കുക, അടിച്ചാലാണ് മക്കൾ നന്നാകുക എന്നുള്ള ചിന്തയൊക്കെ അല്ലായിരുന്നോ? അടിച്ച് നന്നാക്കി വളർത്തുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ കാരണവന്മാർ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷേ അതുകൊണ്ടും ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ആ പിള്ളേരുടെ ആ മാതാപിതാക്കളോട് ഒരു വെറുപ്പും വിദ്വേഷവും ആയിരിക്കില്ലേ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഒരു മക്കളെയും അടിച്ചോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞോ അല്ലെങ്കിൽ അവരെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നടപടിയുള്ള കാര്യമൊന്നുമല്ല. ആ മക്കളെ കാരണവന്മാരിൽ നിന്ന് അകന്നു പോവുക, ആ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നത്. അവർ പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഒളിച്ചു വെക്കും. അവരത് പറയാൻ പേരൻസിനോട് പറയാൻ അവർക്ക് ഇഷ്ടമല്ല, അവരോട്ട് പറയുകയോ ഇല്ല. ആ സമയത്ത് അവർക്ക് ആരോടാ പിന്നെ പറയാനുള്ള? അവരുടെ കൂട്ടുകാരോട് പറയുന്ന ഒരു ലിമിറ്റുണ്ട്, മാതാപിതാക്കളോട് പറയുന്ന ഒരു ലിമിറ്റുണ്ട്, അധ്യാപകരോട് പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അവരവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വെച്ചുകൊണ്ടിരിക്കും ഇല്ലേ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ഒക്കെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്തിരുന്ന് പ്രവർത്തിക്കുന്നത് അല്ലേ? ഞാൻ എന്താണോ അനുഭവിച്ചത് അതാണ്. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളോട് പെരുമാറിയത് അതാണ് നമ്മൾ നമ്മുടെ മക്കളോടും പെരുമാറുന്നത്. അത് ശരിയായ ഒരു നടപടിയാണോ? നമ്മുടെ വിഷമങ്ങൾ തീർക്കാനുള്ള ആളാണ് നമ്മുടെ മക്കള്. അവരും എന്നാ പറഞ്ഞേ, ഒരു സ്വതന്ത്ര വ്യക്തിയാണ് മക്കളും. അതൊരു വേറൊരു വ്യക്തിയാണ്. അവർ നമ്മുടെ ദുഃഖങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് എന്നാ പറയണേ, ആദ്യം ബലഹീനരായി മക്കൾക്കിട്ട് കൊടുക്കും നമ്മൾ കീറും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് ഒന്നെങ്കിൽ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഉരസലുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉരസലുണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഈ മക്കളപ്പം എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ചെയ്താൽ മതി, ഉടനെ പിടിച്ചിട്ട് അവർക്കിട്ട് അടിയും കൊടുക്കും, അവരെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുകയും ചെയ്യും. പിന്നീട് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? ഇതാണ് ടോക്സിക് പേരന്റ്. അവരുടെ മനസ്സിൽ എന്നാന്ന് പറഞ്ഞാൽ അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങൾക്കും ഒക്കെ കാരണം തീർക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് അവർ നമ്മുടെ മക്കളെ കണ്ടേക്കുന്നത് ഇല്ലേ? ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ മക്കളെ എത്രമാത്രം നമ്മളോട് ചേർത്ത് നിർത്തുവോ അത്രയും ആ മക്കളെ സന്തോഷം. നമ്മുടെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ മക്കൾ പറയണം എൻ്റെ അപ്പയും അമ്മയാന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. അവിടെയാണ് നമ്മൾ ഗുഡ് പേരൻ്റ് ആവുന്നത്. അല്ലാതെ അല്ലെങ്കിൽ റൊണാൾഡോയോ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ആരെങ്കിലും എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് അച്ഛനോടും അമ്മയോടും എന്തുമാത്രം ബഹുമാനം മക്കൾക്കുണ്ടെങ്കിലാണ് ഇല്ലേ? ഞാനും ഇങ്ങനെ ഒരു അമ്മയായിരുന്നു. ഞാനും എൻ്റെ മക്കൾക്കിട്ട് ചെറുപ്പകാലത്തിൽ അടിക്കുമായിരുന്നു. മൂത്ത മോൻ ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് കയറിയ മോനാ. അവൻറ്റും ഞാൻ ചെറുപ്പത്തിൽ കൊടുക്കും. പക്ഷെ ഇളയാളെ ഞാൻ അത്ര അടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞു, അവൻ്റെ സ്നേഹം കണ്ടപ്പോഴാണ്, അവൻ ഓരോ മദേഴ്സ് ഡേയിലും ഒക്കെ എന്നോട് പെരുമാറുന്ന കണ്ടപ്പോഴാണ് ഞാൻ എന്തൊരു പൊട്ടിയാ എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയും ഞാനത് തിരുത്തുകയും ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ. അവനൊരു കുഴപ്പമില്ല. അപ്പോൾ അവൻ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുക ചെയ്ത്. ഇത് ഞാൻ സന്തോഷം കൊണ്ടാട്ടോ എന്നെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിയാവൻ. അതാണ് നമ്മൾ എന്താണോ നമുക്ക് കൊടുക്കണം. ഞാൻ അപ്പോൾ ചെയ്ത എൻ്റെ ആ മാനസികാവസ്ഥ അവന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം അവനുണ്ടായിരുന്നു ഇല്ലേ? ഇളയതായപ്പോൾ ഞാൻ ഇച്ചിരോടെ ചിന്തിച്ചു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവൻ പറയുകയും ചെയ്യും, അമ്മ ഇളയവനെ അടിച്ചിട്ടില്ലല്ലോ, എന്നെയല്ലേ അടിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാനപ്പം അവനെ ഇപ്പം ഞാൻ ചേർത്ത് നിർത്തുമ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ സ്നേഹം കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് പൊട്ടികളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ വിഷമങ്ങളോ തീർക്കാനുള്ളതല്ല ഒരിക്കലും. നമുക്ക് കിട്ടിയതിൻ്റെ എന്നാ പറയണേ അനുഭവങ്ങളല്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ കുഞ്ഞിലെ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കിയവരും മാതാപിതാക്കൾ പറ്റില്ലാത്തവരായിരിക്കാം, മാതാപിതാക്കൾ നമ്മളെ നോക്കിയിട്ടില്ലായിരിക്കാം, മാതാപിതാക്കൾ പല ഇതും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ തീർക്കാനുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ മക്കൾ. നമ്മളെ അവരെ ചേർത്ത് വിടുക. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വ്യക്തികളാണ്, നമ്മളല്ല. നമ്മളപ്പോൾ അവർക്ക് റോൾ മോഡലായിട്ട് നമ്മൾ അവരെ ചേർത്ത് നിർത്തണം. ചില മാതാപിതാക്കളുണ്ട്,
അവരുടെ ഈ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെങ്കിൽ ഇന്നത് ചെയ്യണം. അതായത് നീ +2 നല്ല മാർക്ക് മേടിച്ചാൽ നിനക്ക് ഞാൻ കമ്പ്യൂട്ടർ മേടിച്ചു തരാം, അല്ലെങ്കിൽ മൊബൈൽ മേടിച്ചു തരാം, അല്ലെങ്കിൽ അത് മേടിച്ചു തരാം, ഇത് മേടിച്ചു തരാം. അതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ ഒരു വസ്തു മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനെ നമ്മൾ വളർത്തുന്നത്. അവന് അല്ലേലും മേടിച്ചു കൊടുക്കാം നമുക്ക്, ഇല്ലേ? പഠിച്ചാൽ മാത്രം മേടിച്ചു കൊടുക്കാമെന്ന് നമ്മൾ പറയരുത്. പഠിച്ചില്ലെങ്കിലും അവന് മേടിച്ചു കൊടുക്കാനുള്ള ഇത് നമുക്ക് അവനോട് സ്നേഹം ഉണ്ടായിരിക്കണം. അതേപോലെ കൊച്ചു കൊച്ചു പരിപാടികൾ വരുമ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ മക്കളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്ത് നിസ്സാരമാണെങ്കിൽ പോലും. എന്നാ പറയണേ, എന്തെങ്കിലും ഒരു ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ ഓണം വരുമ്പോഴോ അല്ലായിരിക്കണം. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സന്തോഷം അവനുണ്ടാകുമ്പം ആ കൂടെ നമ്മളും അത് ആഘോഷിക്കാൻ ഒന്ന് മനസ്സ് വയ്ക്കണം. നമ്മുടെ ഉള്ള പൈസ ഒരു മിഠായി മേടിച്ചു കൊടുത്താൽ മതിയെന്നേ, അധിക സാധനങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയൊരു മിഠായി മേടിച്ചു കൊടുത്താലും മതി. അതേപോലെ അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും മക്കളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. ഞാൻ എൻ്റെ മൂത്ത മോൻ വലിയ കുട്ടിയായി അവനെ പിടിച്ച് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാറുണ്ട്. അതിവിടെ അവൻ്റെ അച്ഛനും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. മോനെ മക്കളെന്നാ വിളിക്കുകയുള്ളൂ. അത് അവരുടെ മനസ്സിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നറിയാവോ? അല്ലാതെ നമ്മൾ ഈ മസിലും പിടിച്ച് നമ്മുടെ മക്കളെ വളർത്താൻ നോക്കി ഒരു മക്കളും നന്നാവില്ല. നമ്മൾ മക്കളുടെ ചീത്തയായിപ്പോയെന്നും പറഞ്ഞ് കരഞ്ഞിട്ടും കാര്യമില്ല. അവരെ വേറെ ഒരു വ്യക്തിയായിട്ട് കാണാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തിയാക്കി എടുക്കണം. അതേപോലെ അവരുടെ കാര്യങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാതിരിക്കുക. ഇപ്പം നമ്മുടെ മോൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ തെരുതെരോന്ന് വിളിച്ചുകൊണ്ടിരിക്കരുത്. അവന് ശല്യമായി നമ്മൾ കൂടരുത് ഒരിക്കലും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവന് എവിടെയാ പോയി, എന്നാ പോയി, ആരാ ഉള്ള കൂടെ, എന്തിനാ പോയത്, എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് മക്കൾ ചിറ്റാൻ ഒരു കാരണവും കൂടെ. അതേപോലെ ചില പേരൻസ് ഉണ്ട്, അവൻ വരുമ്പോൾ അവൻ്റെ ബാഗൊക്കെ പരിശോധിക്കുന്നത്. അത് കൗമാരക്കാരായ പിള്ളേരെ ബാഗൊക്കെ പരിശോധിക്കുക എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം. അത് അവരെങ്ങാനും അത് കണ്ടാണ്ടല്ലോ അവർക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്യും, ഈ മക്കളുടെ ബാഗൊക്കെ പരിശോധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്കൊരു വിശ്വാസം അവൻ അങ്ങനെ ചെയ്യില്ല, അത് ശരിക്കും ചെയ്യില്ല. അതാണൊരു പോസിറ്റീവ് മൈൻഡ്. അല്ലാതെ നമ്മൾ ഏത് സമയം അവരുടെ ബാഗ് പരിശോധിക്കുക, അവരെവിടെയാണ് പോകണമെന്ന് അന്വേഷിക്കുക. ഇങ്ങോട്ട് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തേക്കുക. അവരെവിടെയെങ്കിലും പോകാനും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നും അവർക്കൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തേക്കുക. അതിൽ നമ്മൾ ഇടപെടാതിരിക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മൾ അവരെ സ്നേഹിക്കുക. പിന്നെയുണ്ട് ചില പേരൻസിനോട് പല കാര്യങ്ങളും മക്കൾ പറയാത്തവരുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ നടക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അവർ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കും. കാരണം എന്നാ, അടി കിട്ടും എന്നുള്ള പേടിയും കൊണ്ടാണ്. എന്ത് പറഞ്ഞാലും അടിക്കൂ എന്നുള്ള പേടി കൊണ്ട് അവർ പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മൾ അവരെ സ്നേഹത്തോടെ നിർത്തുവാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയുന്നേ. അവരൊരു കാര്യവും അവരും ഒളിച്ചു വെക്കില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ മക്കൾ വലുതായി നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും അഭിമാനത്തോടെ പറയാൻ പറ്റില്ലേ, ഞാൻ നല്ലൊരു മാതാവാണ്, ഞാനൊരു നല്ല പിതാവാണ് എന്ന് പറയാൻ സാധിക്കണ്ടേ? നമ്മൾ അടിച്ചും തല്ലിയും വളർത്തിയിട്ട് ഇവർ നല്ല നിലയിലെത്തുമ്പോൾ നമുക്ക് എന്ത് അർഹതയുള്ള നമുക്ക് പറയാം? നമ്മളങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുത്തുണ്ടായിരിക്കില്ലേ, എന്തടി കൊടുത്തിട്ടുണ്ട് അവൻറ്റ് എന്ന് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. നമ്മൾ തല്ലി നന്നാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ സ്നേഹത്തോടെ നന്നാക്കി വരുമ്പോൾ അവൻ എത്ര വലിയവനായി കഴിയുമ്പോഴും നമ്മളെ സ്നേഹത്തോടെ അവൻ ചേർത്ത് നിർത്തും. അതല്ലാണ്ട് ഇപ്പം ചില പേരൻസ് പറയണ കേട്ടില്ലേ, എന്നെ നോക്കില്ല, എന്നെ അങ്ങനെ കാരണവന്മാർ പറയുന്ന ഒത്തിരി പേരില്ലേ, എന്നെ മക്കൾ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നാ, ചെറുപ്പത്തിൽ കിട്ടിയ ആ ദുരാനുഭവങ്ങൾ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ഈ പേരൻസിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അവരുടെ മാതാപിതാക്കൾ ചെയ്തു പോയ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഹീല് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും ദൂഷിച്ച എന്തെങ്കിലും എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഒന്നെങ്കിൽ പ്രാർത്ഥനയോടെ നമുക്ക് മറ്റേ മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മക്കളുടെ അടുത്തുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ഒത്തിരി മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മുടെ മക്കളോട് നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് അത് നീറിപ്പുകഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പല കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതേപോലെ ചില കുട്ടികളുടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് മേടിച്ചു കൊടുത്ത് ഉടനെ വഴക്ക് പറയണ മാതാപിതാക്കൾ, കൂട്ടുകാരുടെ കൂടെ അധികം സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയണവർ, ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ആ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ആ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അവർ വഴിതെറ്റിപ്പുണ്ടോ എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി.
മൊബൈൽ ഫോണിൽ അഡിക്റ്റാന്ന് നമ്മൾ പറയും. അവർ മൊബൈൽ ഫോണിൽ ഒത്തിരി നേരം എന്താണ് കാണുന്നത് എന്ന് നോക്കിയാൽ മാത്രം മതി. അത് നമ്മൾ കൊറോണ വരുത്തി വെച്ച ഒരു വിനയാണ് ഇപ്പം മൊബൈൽ ഫോണിൽ പിള്ളേർ അഡിക്റ്റ് ആകാൻ കാരണം, അല്ലേ? ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് എല്ലാ പിള്ളേർക്കും മൊബൈലും ഒക്കെ ആയത്. അപ്പം നമ്മളൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റിലേക്ക് കടക്കണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ മക്കളെ വഴക്ക് പറയാനോ എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാനോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെയുള്ള പേരൻസാണ് ടോക്സിക് പേരൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉപദ്രവങ്ങളിലൂടെ കൂടെ അല്ലെങ്കിൽ സംശയത്തിലൂടെ നമ്മളെ മക്കളെ വളർത്തുന്നവരെയാണ് ഈ പറയുന്നവർ. അതൊരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. അവരുടെ വളർച്ചകൾ നമ്മൾ കാണുക. അവർ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകുന്നേ. എത്ര പെട്ടെന്നാണെന്നറിയാം മക്കളൊക്കെ വളർന്ന് വലിയ നിലയിലെത്തി പോകുന്നത്. പ്രായമായ മക്കളെ ഒന്നും നമ്മൾ ഒരിക്കലും ചീത്ത പറയാനോ വഴക്ക് പറയാനോ നിൽക്കരുത്. പ്രായമായി കഴിഞ്ഞ മക്കളെ അവരുടെ സ്വാതന്ത്ര്യം അവരെ നോക്കാൻ അവർക്കറിയാം. ആ മക്കളെ എന്നാ പറയണേ, വഴക്ക് പറഞ്ഞ് നേരെ നിർത്താമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നത് വെറും പൊട്ടത്. അവരവരുടെ വഴിക്കിറങ്ങി പോകും. നമ്മുടെ ചീത്ത കേട്ടോണ്ടിരിക്കാനൊന്നും ഒരു മക്കൾ ആകെ തന്നെ ഒരു 10, 18, 20 വയസ്സ് വരെ നമ്മുടെ കീഴിൽ അവർ നിൽക്കും. 20 വയസ്സ് കഴിഞ്ഞുള്ള മക്കളെയൊക്കെ നമ്മൾ വഴക്ക് പറയാൻ നോക്കിക്കേ, പോയി പണി നോക്കാൻ പറയുകയുള്ളൂ. അത് കേൾക്കണേക്കാളും ഭേദമല്ല. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലും വിഷമമാകും. അവരുടെ മനസ്സിൽ ആ അമ്മയോടോ അല്ലെങ്കിൽ ആ അച്ഛനോടോ ഒരു വെറുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പരമാവധി നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക. നമ്മൾ സ്നേഹിക്കുക മക്കളെ. നേർവഴിക്ക് അവർക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ കൂടെ ഇഷ്ടമുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിച്ചു വിടുക. അവരെ അധികം CCTV ക്യാമറയായിട്ട് അവരുടെ പുറകെ നടക്കാതിരിക്കുക. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക. നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. എല്ലാ കാര്യത്തിലും പുറകെ നടന്ന് അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, മറ്റത് ചെയ്യല്ലേ, മറിച്ച് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ശല്യമായിട്ട് കൂടാതെ ഇരിക്കുക. സ്നേഹം മാത്രം കൊടുക്കുക. ഇങ്ങനെയൊന്ന് നോക്കിക്കേ, നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും സന്തോഷമാകും. അല്ലാതെ നമ്മുടെ ജീവിതവും കളയും, അവരുടെ ജീവിതവും അവർക്കും സ്വൈര്യമില്ല നമുക്കും സ്വൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുള്ളൂ. നമ്മുടെ ബാല്യമല്ല കുട്ടികളുടെ ബാല്യം. ഇന്നിപ്പം മൊബൈൽ ഫോണിൽ പല കാര്യങ്ങളും നമുക്കറിയത്തില്ല എന്താ ചെയ്യണേന്ന്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കി, 5 വയസ്സായ കൊച്ചിനോട് ചോദിച്ചാൽ പോലും ആ കൊച്ചുങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു, ഇല്ലേ? അപ്പം നമ്മളെക്കാളും ബുദ്ധിയും വിവരവുമുള്ള AI കാലഘട്ടത്തിലാണ് പിള്ളേരിപ്പോൾ ജീവിക്കണേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ്. നമ്മൾ അവരുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അവരൊക്കെ വളർന്നു, അവർ ഭയങ്കര ബുദ്ധിപൂർവ്വമുള്ള പിള്ളേരെ ഇപ്പം. അപ്പം നമ്മൾ അവരെ നിയന്ത്രിക്കാൻ പോവാതിരുന്നാൽ നമ്മുടെ ബുദ്ധി, നമ്മൾ അവരുടെ വളർച്ചകൾ കാണുക, അതിനുള്ള സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊക്കെ എന്താ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, അങ്ങനെയുള്ള. അല്ലാണ്ട് സ്നേഹത്തോടെ നിർത്തി നോക്കിയാൽ ഒരു മക്കളും ചീത്തയാവില്ല, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ദൈവവിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുക. എന്തോ ഒരു ശക്തി, നമ്മുടെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്കാണെങ്കിൽ എന്തോ ഒരു ശക്തിയുണ്ട് ഈ ലോകത്ത്, അതിൽ വിശ്വസിക്കുക. നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരുടെ വളർച്ചകൾ കണ്ട് സന്തോഷിക്കുക. ഇത്രയും ചെയ്താൽ മാത്രം മതി, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇതാ ടോക്സിക് മാതാപിതാക്കളോട് പറയാനുള്ളത്. അല്ലാണ്ട് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങളോ നമ്മുടെ ജീവിതമോ അല്ലാതെ, അത് പണ്ട് കാലത്ത് പലതും അടിച്ചു വളർത്തിയാലേ നന്നാവുള്ളൂ. ഇന്നത്തെ കാലത്ത് അടിച്ചു വളർത്തിയാൽ പോക്ക് കേസാണ്. അടിക്കാൻ പോയാൽ മക്കൾ പോവും, ഉറപ്പായ കാര്യം. നമ്മൾ ഒരു പരിധി കൂടുതൽ മക്കളെ നിയന്ത്രിക്കാനും പോകരുത്, അടിക്കാനും അടിച്ചു പോയോ ആ മക്കൾ ചീത്തയായി പോയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ മാപ്പ് പറഞ്ഞേക്കണം മക്കളോട്, അറിയാതെ ചെയ്തു പോയതാ, ഇനി ചെയ്യില്ല എന്ന്. അതേപോലെ വായിൽ തോന്നിയതൊന്നും മക്കളോട് നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല, നീ നശിച്ചു പോകുള്ളൂ, ഇങ്ങനെയുള്ള വാക്കുകളും പ്രയോഗിക്കാതിരിക്കുക. അതൊക്കെ മക്കളുടെ ഉള്ളിൽ കുത്തണ വാക്കുകളാണ്. അതൊന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല. നീ ഉണ്ടായേ പിന്നെ ഇങ്ങനെയായി, നീ ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പോകരുത്. അതല്ല, കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. അവനുണ്ടായതുകൊണ്ടാണോ നമ്മളിങ്ങനെയായത്? നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ടായതാണെന്ന് നമ്മൾ ചിന്തിക്കാത്ത എന്തേ? ഒരു കൊച്ചുങ്ങളുണ്ടായതുകൊണ്ടല്ല നമ്മളിങ്ങനെയായത്. നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ടാണ് നമ്മളിങ്ങനെയാകണത്. നമ്മുടെ ഉള്ളി വന്ന് അല്ലെങ്കിൽ നമ്മുടെ മകനായി വന്നു മകളായി വന്നു പറഞ്ഞത് അവരുടെ തെറ്റല്ല, നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ടാണ്. അപ്പം നമ്മൾ അത് അംഗീകരിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുക, നമ്മൾ മുന്നോട്ട് പോവുക. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ മക്കളെ അടിച്ചു വളർത്താനൊന്നും ആരും ശ്രമിക്കേണ്ട, അത് നടപടിയില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.